ചില ഡ്രസ്സിനെ നടന്നവർ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയെ പിടിക്കാനായിട്ട് വന്ന സേവകന്മാരെ തിരികെ ചെല്ലുകയാണ്. തിരികെ ചെല്ലുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാതെ വന്നതെന്ന് ചോദിക്കുകയാണ്. സേവകന്മാര് ഈശോയെ പിടിച്ചു കെട്ടി കൊണ്ടുവരാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ ഈശോയുടെ വാക്കുകളിൽ അവർ മതി മറന്നു. ഈ സേവകന്മാർ തിരികെ വന്നിട്ട് ഇവരോട് പറയുകയാണ്, അവനെ പോലെ സംസാരിക്കുന്ന ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംസാരം കേട്ടപ്പോ അവനെ ബന്ധിച്ചു കൊണ്ടുവരാനോ അവന് വധിക്കാനൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അർഹമായത് എന്താണോ അത് അവർ ഈശോയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഈ സേവകന്മാരെ ഈശോയ്ക്ക് നൽകി എന്നുള്ളതാണ്. ഇന്നത്തെ ലേഖനഭാഗത്തില് പൗലോസിലെ ഏറ്റവും ഒടുവിലായിട്ട് പൗലോസിനെ നമ്മളോട് പറയുകയാണ്, ഓരോരുത്തർക്കും അർഹതപ്പെട്ടിരിക്കുന്നത് അവർക്ക് കൊടുക്കുമെന്ന് പറയുകയാണ്. നീതി അവകാശപ്പെട്ടവന് നിങ്ങൾ നീതി കൊടുക്കണം, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം കൊടുക്കണം, ആദരം അർഹിക്കുന്നവന് ആദരം കൊടുക്കണം, ബഹുമാനം അർഹിക്കുന്നവന് ബഹുമാനം കൊടുക്കണം എന്ന് പൗലോസിനെ നമ്മളോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ് ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള ബഹുമാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലഘട്ടത്തില് ഒരു പുതിയ ജീവിത നവീകരണത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവത്തിന് അർഹമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും കൊടുക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്ക് അർഹമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് അർഹമായിട്ടുള്ള സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ ചുറ്റിലുമുള്ളവർക്കും ദൈവത്തിനും അർഹമായത് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. പൗലോസിലെ പറയുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും അർഹതയുള്ളത് അവർക്ക് കൊടുക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനഭാഗം വായിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഉപദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്